guys, welcome back to another fresh episode of Free Talks. Free Talks ഈ ഒരു എപ്പിസോഡ് പറയുന്നത് സെൽഫ് ഹാമിങ് സെൽഫ് ഹേർട്ടിങ് ഹാമിങ് അല്ല സെൽഫ് ഹേർട്ടിങ് എന്താണെന്നും അതെങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്താൽ എങ്ങനെ അതിന് പുറത്തു വരാനും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് പുറത്തു വരണം ശ്രദ്ധിക്കപ്പെടണം എന്നത് പറയാനുള്ള ഒരു എപ്പിസോഡാണ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സെൽഫ് ഹേർട്ടിങ്? നമുക്ക് സ്വയം വേദനിപ്പിക്കുന്നത് എന്തും ആവാം സെൽഫ് ഹേർട്ടിങ്. അത് വ്യക്തികൾ കൊണ്ടുവരാം, സന്ദർഭങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ്, ആറ്റിറ്റ്യൂഡ് എന്തും ആവാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിനോട് എക്സ്പോഷർ ചെയ്യുന്നതെന്ന് തോന്നിയാലും മതിയാവും. അതിൻ്റെ സിംറ്റംസ് പറയുന്നത് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കാം, നമുക്ക് ആ നിൽക്കുന്ന ഇവന്റ് അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്തോ ആ പേഴ്സൺ വരുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, നമ്മൾക്ക് ഒരിക്കലും ഹാപ്പിനെസ് അതിന് കിട്ടുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് സെൽഫ് ഹേർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സെൽഫ് ഹേർട്ടിൻ്റെ വിക്ടീമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതാണ് സെൽഫ് ഹേർട്ടിങ്. ഫസ്റ്റ് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തും ഞാൻ പറഞ്ഞത് അതിൻ്റെ സിംറ്റംസ് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ആ സിറ്റുവേഷനിലോ ആ ഒരു വ്യക്തിയുള്ള സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനിൽ വരുമ്പോൾ നിങ്ങൾ ഒട്ടും സീറോ ലെവലായിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ്. ഓക്കെ, കാരണം അറിയുന്നുണ്ടാവാം അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തൊരു പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സെൽഫ് ഹേർട്ടിനും എങ്ങനെയാണ് അതിൻ്റെ സിംറ്റംസ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിയും. അടുത്തതായിട്ട് പറയുന്നത് സെൽഫ് ഹേർട്ട് പറയുന്നത് കൊണ്ടിട്ട് എന്തൊക്കെ ദോഷങ്ങൾ, ഒരിക്കലും അതിൻ്റെ നല്ലത് വരത്തില്ലല്ലോ. ബോഡി വൈസും വരാം, മെൻ്റൽ വൈസും വരാം. ബോഡിയിൽ സഫ്കോഴ്സ് എന്തെങ്കിലും പെയിന്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ സെൽഫ് ഹാമിങ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിലും സെൽഫ് ഹാമിങ് തെറ്റായിട്ടൊരു സംഭവമല്ല. സെൽഫ് ഹാമിനും പറയാം. അതായത് നമ്മൾ ബോഡി സ്വയം വേദനിപ്പിക്കുക, നമ്മൾ സ്വയം ബോഡീനെ പെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക, അങ്ങനെ പറയും സെൽഫ് ഹാമിങ്. അല്ലെങ്കിൽ സെൽഫ് ഹേർട്ടിനും അങ്ങനെ വരാം. ബോഡിയിലെ ചേഞ്ചസിന് അല്ലെങ്കിൽ ബോഡിയിലെ ഹേർട്ടിനെ കുറിച്ചല്ല ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അത് വേറൊരു രീതിക്കാം. അതൊരു സൂസൈഡൽ ടെൻഡൻസിൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് സെൽഫ് ഹാമിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേറെ എപ്പിസോഡ് ചെയ്യാം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് സെൽഫ് ഹേർട്ടിങ് മെൻ്റലി എങ്ങനെയാണ്, മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നതും മെൻ്റലിൻ്റെ ട്രോമാസ് ഒക്കെ കൊണ്ടാണ്. അതായത് ഈ സെൽഫ് ഹേർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു റൂട്ട് കോസ് പറയുവാണെങ്കിൽ നമ്മളുടെ സ്വയം നമ്മളെ ബാധിക്കുന്നതാണെങ്കിൽ നമ്മളുടെ ഒരു ആത്മവിശ്വാസം, നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ, നമ്മളെക്കുറിച്ചുള്ള വാല്യൂസ് ഒക്കെ